അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. ഇവിടെ ഞങ്ങൾക്ക് സുഖമാണ്. പക്ഷേ മോൾക്ക് കുറച്ച് ദിവസം ഒരു 3-4 ദിവസം നല്ലോണം പനിയായിരുന്നു കേട്ടോ. അപ്പോൾ പകൽ അധികം കുഴപ്പമില്ല, ഒരു ചെറിയ രീതിക്ക് പനി നിൽക്കും. പക്ഷേ രാത്രിയാകുമ്പോൾ തീരെ വയ്യാതാവും. നല്ല പനിയും കുളിരും, തീരെ ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി മുഴുവനും ഇങ്ങനെ പനി കൂടുന്നത് കൊണ്ട് മരുന്ന് കൊടുക്കുന്നുണ്ട്. ആൻറ്റിബയോട്ടിക് ഉണ്ട്, പാരസെറ്റമോളും കൊടുക്കുന്നുണ്ട്. പക്ഷേ കൊടുത്തിട്ടും രാത്രിയിൽ പനിക്ക് ഒരു കുറവുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ചൂടുള്ളത് കൊണ്ട് ഞാൻ തലയിൽ തുണി നനച്ചിട്ട് കൊടുത്തിട്ടും പിന്നെ ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, വെള്ളം തൊട്ട്. അപ്പോൾ ചെറിയൊരു രീതിക്ക് കുറവുണ്ട്. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ കേട്ടോ കുഞ്ഞൊന്ന് ഉറങ്ങണത്. അപ്പോൾ ഞാനും അവളുടെ കൂടെ ഇച്ചിരി നേരം കിടന്നിട്ട് പിന്നെ എണീറ്റ് വന്നേ. നമുക്ക് അവൾ എണീക്കുമ്പോഴത്തേക്കും ഒരുവിധം കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവളുടെ കൂടെ ഇരിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അടുക്കളയിൽ വന്നിട്ട്. അപ്പോൾ തലേ ദിവസം നമ്മൾ അരിയൊക്കെ കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാനന്ന് ചായ അടുപ്പത്താക്കിയിട്ട് ആ ചായ വെച്ചിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് ചായക്കുള്ള പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെച്ച് പിന്നെ ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും എടുത്ത് കഴുകിയിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചെറുപയർ താളിച്ചെടുത്തിട്ട് രസവും കൂടെ വെക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഞാനത് ചെയ്തത്. ഇങ്ങനെ തന്നെ വയ്യാത്തതുകൊണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ കുക്കിങ്ങും ഓരോ കാര്യങ്ങൾ ചെയ്തിങ്ങനെ ഇരുന്ന സമയം പോകുമല്ലോ, പിന്നെ അവളുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല എന്ന് ഓർത്തിട്ടാണ് കേട്ടോ അന്ന് സിമ്പിളായി ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ തലേന്നത്തെ മീൻകറി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് ചായ നമ്മളൊരു പാത്രത്തിൽ അരിച്ച് മാറ്റിയിട്ട് അത് വേഗം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ചായപാത്രമൊക്കെ എനിക്ക് കഴുകാൻ തീരെ ഇഷ്ടമല്ലാത്ത കാര്യം, അത് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലും ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് അതിനെ കഴുകി മാറ്റണത്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ രാവിലെ ചായ കുടിക്കണതും ഒഴിവാക്കിയിട്ടാണ്, കുടിക്കാറില്ല അങ്ങനെ സ്ഥിരമായിട്ട്. പക്ഷേ ഇങ്ങനെ ഉറക്കമൊക്കെ ഇല്ലാണ്ട് എണീറ്റത് കൊണ്ട് ചായ കുടിച്ചൊന്ന് ഫ്രഷ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു ചായ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. ഇരുന്ന് കുടിക്കാറൊന്നുമില്ല, ഞാനിങ്ങനെ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിച്ചോളും കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ടാണ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ആവശ്യമുള്ള സവാളയും ഇഞ്ചിയും പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ എടുക്കുന്നുണ്ട്. എങ്ങാനും കുഞ്ഞ് കഴിച്ചാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ അധികം എരിവെടുക്കാതെ ഉണ്ടാക്കണത്. ഒരു ചെറിയൊരു വറ്റൽമുളക് എടുത്തിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ടേക്കണത്. പക്ഷേ മോള് കഴിച്ചൊന്നുമില്ല കേട്ടോ. അവൾ പനി വന്നതിന് മുതൽ ഫുഡൊന്നും കഴിക്കണില്ല തീരെ. ഞാൻ നിർബന്ധിച്ചിട്ടാണ് കുറച്ച് കഞ്ഞിയൊക്കെ കുടിപ്പിക്കണത് കേട്ടോ. അപ്പോൾ ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സിൽ ഡീറ്റെയിൽഡായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ റെസിപ്പി അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറയണില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി ആവി കയറ്റാനായി വെച്ചേട്ടാ. അത് പെട്ടെന്ന് റെഡി ആയിക്കോളും, ഓൾറെഡി വന്നതല്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ അതിനൊരു ചട്നിയും കൂടെ റെഡിയാക്കി എടുത്തിട്ട് പിന്നെ നമ്മുടെ ചെറുപയറും കൂടെ താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് താളിച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും ഇതേ മോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് പനി കുറവൊന്നുമില്ല, പനിയുണ്ട്. അപ്പോൾ ഞാൻ TV വെച്ച് കൊടുത്ത് കുറച്ച് നേരം ഇരിക്കാനായിട്ട്. പക്ഷെ അവളവിടെ ഇരിക്കുന്നില്ല കേട്ടോ. അമ്മ എടുത്താൽ മതി എന്നെ, ഞാൻ അമ്മയുടെ കൂടെ ഇരുന്നോളാമെന്നും പറഞ്ഞിട്ട് കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് അടുക്കളയിൽ ഇരുത്തിയിട്ട് ഇതേ സൈഡിൽ കൂടെ നമ്മൾ രസവും വെക്കുന്നുണ്ട്. ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി തീരുമല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് അതും റെഡിയാക്കി ചോറും മാറ്റി വെച്ചിട്ടാ. പിന്നെ മോളെ കൊണ്ടുപോയി ഞാനൊന്ന് പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കിയിട്ട് കഞ്ഞി കൊടുക്കാനായിട്ട് വന്നു. അപ്പോൾ അമ്മ വാരി തന്നാൽ മതി, ഞാൻ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് കഴിച്ചില്ല കേട്ടോ. ഞാനൊരു മണിക്കൂറൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടാവും. ഒരിച്ചിരി ഒരു 2-3 സ്പൂൺ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ആൾക്ക് വയ്യ, തീരെ പറ്റണില്ല, മതിയമ്മേ എനിക്കിഷ്ടമാവണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ നിർത്തി കളഞ്ഞേട്ടാ. പിന്നെ അവൾക്കുള്ള മരുന്നൊക്കെ കൊടുത്തു. മരുന്നൊക്കെ ഇപ്പോൾ കുഞ്ഞ് കുടിച്ച് തരും കേട്ടോ. ആദ്യമൊക്കെ ആണെങ്കിൽ ജാനിന് മരുന്ന് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാം ഛർദ്ദിച്ച് കളയും. ആൻറ്റിബയോട്ടിക്കൊക്കെ ഛർദ്ദിച്ചിട്ട് നമ്മൾ 3-4 തവണയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് മരുന്നെല്ലാം കൊടുത്തിട്ട് അവളവിടെ TV ഒന്നും കണ്ടിരിക്കുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതേ ഒരു മൊബൈലും കൊടുത്ത് അവിടെ അമ്മയുടെ അടുത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. ചേട്ടനൊന്നും പോയിട്ടില്ല കേട്ടോ. പോകാൻ ഞാൻ സമ്മതിച്ചില്ല, അച്ഛൻ്റെ കൂടെ ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവളുടെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് ചേട്ടൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പോയിട്ടാ. രസമുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും മീൻ വാങ്ങിച്ചിട്ട് വറുത്തെടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. പക്ഷേ മീനൊന്നും കിട്ടിയില്ല, നല്ല മീനൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞിട്ട് കൂന്തലാണ് മേടിച്ചുകൊണ്ട് വന്നത്. ഇതൊക്കെയാണെങ്കിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ തന്നെ കുറേ സമയം എടുക്കും കേട്ടോ. ഈ മീനും ഇങ്ങനെയുള്ള ഇതാണൊരു പ്രശ്നം. നമുക്ക് കറി വെച്ചെടുക്കാൻ ഈസി ആണെങ്കിൽ പോലും
ഇത് വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്കും തന്നെ കുറേ അധികം സമയം പോകും. അപ്പോൾ നമുക്ക് കിച്ചണിൽ തന്നെ എല്ലാ സമയവും പോണ പോലെ ഉണ്ടാവും കേട്ടോ. എനിക്ക് എപ്പോഴും അങ്ങനെയാണ് തോന്നാറുള്ളത്. പച്ചക്കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പണി തീരും. പക്ഷേ ഈ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെട്ടി തേച്ച് കഴുകി എടുത്ത് കറി വെച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു പകുതി ദിവസം അതിൽ തന്നെ പോയിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കഴിക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തല്ലേ പറ്റൂ. പിന്നെ കല്യാണത്തിന് മുന്നേ ഞാനിത് കണ്ടിട്ട് പോലും ഇല്ല കേട്ടോ. കണ്ടിട്ട് മീൻസ് ഞാൻ സുവോളജിയിൽ റെക്കോർഡിൽ ഈ സാധനത്തിൻ്റെ വടം വരച്ചിട്ടുണ്ടെന്നല്ലാണ്ട് ഇത് കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പാലക്കാട് പിന്നെ നമുക്ക് ഇങ്ങനത്തെ കൂടുതൽ സീ ഫുഡൊന്നും നമുക്ക് കിട്ടൂലല്ലോ. അപ്പോൾ ഞാനിത് കണ്ടിട്ടും ഇല്ലായിരുന്നു, കഴിച്ചിട്ടും ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് കാണുന്നതും കഴിക്കുന്നതും വൃത്തിയാക്കുന്നതും എല്ലാം കേട്ടോ. പിന്നെ അമ്മ ചെയ്യുമ്പോൾ ഞാനിതൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, അങ്ങനെ നോക്കി പഠിച്ചതാണ് കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും പിന്നെ ഞാനതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് ഇതേ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് കഴുകി എടുക്കണേ, അപ്പോഴാണ് ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ പോയി കിട്ടുക. ഇത്രയും ചെയ്യുമ്പോഴും മോൾ എൻ്റെ കൂടെയാണ് കേട്ടോ ഇരിക്കുന്നത്. അച്ഛനെ പഠിച്ച് വീട്ടിലിരുത്തിയെന്നല്ലാതെ എനിക്ക് അച്ഛൻ വേണ്ട അമ്മയുടെ കൂടെ ഇരുന്നാൽ മതി എന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നേ. പിന്നെ ഞാനത് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് നേരം പോയി ഇരിക്കുകയൊക്കെ ചെയ്തിട്ടാണ്. കാരണം കുറേ നേരം നിന്ന് വൃത്തിയാക്കിയപ്പോഴത്തേക്കും എനിക്ക് കാലൊക്കെ ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് നേരം പോയി ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാനിത് കറി വെക്കണത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഷോർട്സിൽ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽഡായിട്ട് പറയാത്തത്. ആവശ്യമുള്ളവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എരിവൊക്കെയുള്ള ഒരു കൂന്തൽ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ എരിവും പുളിയും ഒക്കെ ഉണ്ടാവും. എരിവ് ആവശ്യമില്ലാത്തവർ കുറച്ച് കുറവാക്കുക. പക്ഷേ ഇങ്ങനെ സീ ഫുഡിലൊക്കെ കുറച്ചധികം എരിവിട്ട് കഴിക്കുന്നതാണ് എനിക്കും ഇഷ്ടം. ശ്രീയേട്ടനും അങ്ങനെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. മോൾക്ക് പിന്നെ ഈ സീ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ, ചെമ്മീൻ, ഈ കൂന്തൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇന്ന് കണ്ടപ്പോഴും എന്നോട് പറഞ്ഞിട്ട് അമ്മ എനിക്കും വേണം, എരിവില്ലാതെ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മോൾക്ക് കുറച്ചെടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് അവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് രസമാണല്ലോ. അപ്പോൾ രസം സാധാരണ ഇതുപോലെ മൂക്ക് കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ എരിവിടാറില്ല കേട്ടോ. നമ്മൾ കുരുമുളക് മാത്രം ഇങ്ങനെ ചതച്ചെടുക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു എരിവ് മാത്രമാണ്. അതുകൊണ്ട് ആൾക്ക് വലിയ കുഴപ്പമില്ല, രസം കഴിച്ചോളും. അപ്പോൾ ഇന്ന് രസവും കൂന്തലൊക്കെ കൂട്ടിയിട്ട് എൻ്റെ മോളിച്ചിരി ചോറ് കഴിച്ചേ. പനി വന്നിട്ട് ഇപ്പം 3 ദിവസമായിട്ടാണ്. എന്നിട്ട് ഇന്നാണ് മോളിത്തിരി ചോറ് കഴിച്ചിരിക്കണത്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുത്തിട്ട് നമ്മൾ മരുന്നും കൊടുത്ത് നമ്മളും ഫുഡ് കഴിക്കാനെടുത്തിട്ടാ. അങ്ങനെ കറികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ കൂന്തൽ കറിയും ചെറുപയറും രസവും കൂട്ടിയിട്ടാണ് കഴിക്കണത്. അല്ലെങ്കിൽ നമുക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രസവും മീൻ വറുത്തതും വരും, അല്ലെങ്കിൽ രസവും ഇങ്ങനെ എന്തെങ്കിലും ചാറ് കറി അല്ലാത്ത ഇങ്ങനെ വരട്ടിയൊക്കെ എടുക്കുമല്ലോ റോസ്റ്റ് പോലെ, അതൊക്കെ കൂട്ടി കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കൂട്ടി ഇന്ന് ചോറ് കഴിച്ചേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. താങ്ക്